السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن أول ما يحاسب به العبد يوم القيامة من عمله الصلاة فإن صلح فقد أفلح وأنجح وإن فسد فقد خاب وخسر റവാഹു അത്‌തിർമിദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞു വന്നിരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി വൃത്തിയായി നിർവഹിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവരവന് ഇഷ്ടമുണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോൾ സമയം നോക്കി തിരഞ്ഞെടുത്ത് ഒഴിവുണ്ടാകുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗമാണ്. ومن هاتون بها الصلاة المكتوبة عاقب الله ب15 عقوبة. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞു വെച്ചിട്ടുള്ള 15 ശിക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം വഹബി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ചില പരാമർശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. വഅർബഉൻ ഇൻദ ഖുറൂജിൽ ഖബർ. അതിൽ 4 ഖബറിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം. ഖബറിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എളുപ്പമല്ല, സുദീർഘമാണ്, ഒരുപാട് പ്രയാസങ്ങളും സങ്കീർണങ്ങളുള്ളതാണ്. അക്കൂട്ടത്തിൽ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ട്. ഇനി പറയുന്നത് ഷിദ്ദത്തുൽ ഹിസാബ്. പരലോകത്തെത്തിയാൽ, വിചാരണ നിലയത്തിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്. എന്താ ഷഫാഅത്ത്? അല്ലാഹുവേ, ഇതൊക്കെ എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ കൈ കണ്ടോ ഒന്നുകൊടുത്തിട്ട് തിളങ്ങുന്നുണ്ട്, മുഖം കണ്ടോ ഒന്നുകൊടുത്തിട്ട് തിളങ്ങുന്നുണ്ട്, നല്ല കറുത്ത ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ കൂട്ടത്തിൽ ഒരു പുള്ളി നെറ്റിമുള്ളത് കണ്ടാൽ തിരിച്ചറിയുന്നത് പോലെ ഇതൊക്കെ എൻ്റെ ഉമ്മത്തിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരാളെ പോലും ശിക്ഷിക്കാതെ എല്ലാവരെയും കൂടെ സ്വർഗ്ഗത്തിലേക്കാണ് കയറ്റണം എന്നാണ് പൊതുവിൽ മുസ്ലിം ഉമ്മത്ത് ധരിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് ഷഫാഅത്ത്. അതല്ല, മറിച്ച് അല്ലാഹുവേ, ഇവരീ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് തലയുടെ ഒരു ചാൽ മാത്രം ഉയരത്തിൽ സൂര്യൻ കത്തി എരിയുകയാണ്, വിയർപ്പിൽ മുങ്ങി കുളിക്കുകയാണ്. ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അല്ലാഹുവേ ആ ഹിസാബ് ഒന്ന് എളുപ്പമാക്കി കൊടുക്കും. അതാണ് ഷഫാഅത്ത്. അത് കിട്ടുന്ന ആ ഒരു ഘട്ടം വരെ ഉണ്ടല്ലോ, വളരെ പ്രയാസം. ഇനി അത് കിട്ടിയാലും കഠിനമായ വിചാരണ. സ്വർഗമുണ്ട് എന്ന് അറിയിക്കപ്പെട്ട ആളുകൾക്ക് പോലും പരിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ സൂറത്ത് ഇൻഷിഖാഖിലെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അത്തരം ആളുകളെ പോലും ലഘുവായ ചെറിയ ഒരു വിചാരണ നടത്തും. ബാക്കിയുള്ളവരുടെ കഥ എന്തായിരിക്കും? നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കണം. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം തുർമുദി രേഖപ്പെടുത്തിയ ഹദീസാണ് ഞാൻ നിങ്ങൾ ആദ്യം കൽപ്പിച്ചത്. ഒരു അടിമയെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വിധേയമാകുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരമാണ്. അതിൽ പിഴച്ചാൽ ബാക്കിയെല്ലാം പോയി. 1 കോടി രൂപ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ചെക്ക് ലീഫിൽ എഴുതി, പക്ഷെ ആദ്യത്തെ ഒന്നിടാൻ വയ്യാനും അല്ലെങ്കിൽ മറന്നാലും ബാക്കി 10,000 പൂജ്യം ഉണ്ടായിട്ടൊരു കാര്യമാണ്. ബാക്കിയുള്ളത് വട്ടപൂജ്യങ്ങളാണ്. അതിന് ബലം കിട്ടണമെങ്കിൽ 1 മുമ്പിലുണ്ടാകണം. ആ 1 അസ്വല. ഏതെങ്കിലും ഒരാൾ ആ 1 തിരിച്ചോ മറിച്ചോ വളച്ചോ മുമ്പിലോ പിമ്പിലോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് തർക്കുസ്വല. നിസ്കാരം അതിൻ്റെ സമയത്ത് തെറ്റിക്കുക എന്നുള്ളത്. അത്തരം ആളുകൾ കഠിനമായ വിചാരണയായിരിക്കും. നിസ്കാരം ശരിയാണെങ്കിൽ എല്ലാം ഓക്കെ, നിസ്കാരം ശരിയല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഓക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപപ്പിഴവുകൾ പരിഹരിച്ച് ഇരുലോകത്തും അല്ലാഹു മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ശിഫയും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും മരണസമയത്ത് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബം
കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദി അൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.